ഇങ്ങനാക്കണ്ടേന് ലാസ്റ്റ് മൊമെന്റ് ഇത് കലക്കി സൂപ്പർ കടോ. അവസാനം കൈയടി കാണുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. അവിടെ ഒരു കംപ്രാസിന്റെ ജ്വരമുണ്ട് അവസാനം കിട്ടില്ല. റോഡ് സൈഡ് വരുന്ന ആൾക്കാരുണ്ട്, ഒരു രക്ഷയില്ല. നമ്മള് കിടക്കാച്ച പടം ഇത് നമ്മളെ നമ്മളെ ബച്ചൻ ദുൽഖർ കളിക്കാൻ വയ്യ. കമലഹാസൻ ലാസ്റ്റ് വന്നപ്പോഴാണ് അത് ഞാൻ ഒറ്റടിച്ചത്. ആദ്യം സങ്കടമായി, പിന്നെ ജനബൈക്ക് വന്നത് സങ്കടമായി. പക്ഷെ ലാസ്റ്റ് ആ ഇവൻ വന്നത് ആ ഇതിലത്തെ നടൻ പ്രവേശത്തെ നടൻ കൽക്കി അണ്ണൻ അതല്ല ലാസ്റ്റ് ഇതധികം ഇങ്ങനെ വേണ്ടതില്ല. കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആക്കണ്ടേന് ലാസ്റ്റ് മൊമെന്റ് ഇത് കലക്കി സൂപ്പർ കടോ. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവന് ആരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഹുബലി അവരെ വെച്ചിന് ഇഷ്ടം. കാരണം ദുൽഖറിന് ഇഷ്ടമില്ലാണ്ടല്ലേ, ദുൽഖറിന് ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഇവന്റെ പാട്ടും ഇതൊക്കെ ഉണ്ടാവുന്ന വെച്ച് ആ സ്റ്റെപ്പ് ഇടാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ അതൊന്നും ആയില്ല. ബാഹുബലിയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്തായാലും സംഗതി കിടക്കാച്ചുണ്ട്. കിടക്കാച്ച് 1000 കോടി നേടോ. നല്ല ഉഗ്രൻ സ്ക്രിപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കിടുപ്പിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി പാട്ട് കാണാമല്ലോ. അതാ അവസാനം കൈയടി കാണുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. അവിടെ ഒരു കംപ്രാസിന്റെ ജ്വരമുണ്ട് അവസാനം കിട്ടില്ല. ഒന്നും പറയണ്ട. കമ്പാക്ക് പ്രഭാസിന്റെ വമ്പൻ കമ്പാക്ക് പറയാൻ നമ്മുടെ പടത്തില് എന്താ പറയണത്, ഇത് റോഡ് സൈഡ് വരുന്ന ആൾക്കാരുണ്ട്, ഒരു രക്ഷയില്ല. നമ്മള് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ പക്കത്തിലാണ് നമ്മൾ വേറെ അങ്ങ് ഇരിക്കത്തില്ല. അമ്മാരി പടമുള്ള മക്കളെ കിട്ടില്ല പടം ഒന്നും പറയാനില്ല. ഇന്ത്യയിലെ അവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഐറ്റമാണ്. VFX ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ എല്ലാ നടന്മാരും ഒറ്റ സ്ക്രീനിൽ കാണാമെന്നാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അമിതാഭ് ബച്ചന്, കമലഹാസന്, പിന്നെ മലയാളത്തിലെ ദുൽഖർ, പ്രഭാസിന്റെ തിരിച്ചറിവ് തന്നെ, അതിനൊരു ഡൗട്ടും ഇല്ല. ഗ്രാഫിക്സ് വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലാണ് നിർത്തിയിരിക്കുന്ന പടം. മസ്റ്റ് വാച്ച് തിയേറ്റർ സ്പെറ്റ്. അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ആണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് തിയേറ്ററിൽ തന്നെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. എവരി ഏരിയ സൂപ്പർ. ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. ഒരു രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമുക്ക് പറയാനുള്ള മലയാളികളും എല്ലാവരും ഗംഭീരം. ദുൽഖറൊക്കെ അടിച്ചു പ്രഭാസിന്റെ ഒരു കമ്പാക്ക് ആണോ? പ്രഭാസിന്റെ തൂത്തുവാരി.